ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് മൈൻക്രാഫ്റ്റ്. ഓക്കെ, നമ്മൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് നമ്മളൊരു വൺ ചങ്ക് അലോൺ. നമ്മൾ റൂട്ടക്സ് ഇല്ല, നമ്മൾ ഒറ്റക്കാണ് വൺ ചങ്ക് കളിക്കുന്നത്. ഓക്കെ, നമ്മളെ ചാനലിലെ വീഡിയോ ഒക്കെ ഡിലീറ്റ്സ് ആയിപ്പോയി. എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ പുതിയൊരു വൺ ചങ്ക് തുടങ്ങിച്ചു. ഇവിടെ കുറേ ട്രീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ട്രീ കൊണ്ടുവന്ന് എടുക്കാം. മരം കുത്തി പൊട്ടിക്കാം. നമുക്ക് സെറ്റിങ്സ് ചെയ്യാനുണ്ടായിരുന്നു. ഈ വെതറിൻ്റെയൊക്കെ സൗണ്ട് നമ്മൾ നല്ലോണം കുറച്ചിട്ടുണ്ട്. വീഡിയോ ഒക്കെ ഒരു ബോറിംഗ് ആണ്, അതുകൊണ്ടാണ് നമ്മളതൊക്കെ കുറച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ കിട്ടി വുഡ്സൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്യാം. പിന്നെ ഒരു കുറച്ച് സ്റ്റാർട്ടർ ടൂൾസൊക്കെ നമുക്ക് ഉണ്ടാക്കണം. ഓക്കെ, നമുക്ക് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഇങ്ങനെ ഉണ്ടാക്കാം. പിന്നെ ഈ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഓൾറെഡി ഇവിടെ ഒന്നും ഉണ്ടാവുമല്ലോ. ഓൾറെഡി ഒന്ന് ഇവിടെ ഉണ്ട്. ഇതാരാണ് വില്ലേജർ? നമുക്ക് ഇതങ്ങ് ചാടാം, നമുക്ക് വേണ്ട. ഓക്കെ, ഈ ചെസ്റ്റിൽ എന്തൊക്കെ ഉണ്ട്? കുറച്ച് ബ്രെഡും കുറച്ച് ഗ്യാപ്പിളും ഉണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ഈ ഉള്ള ക്രാഫ്റ്റിൻ്റെ വെച്ച് കുറച്ച് സ്റ്റിക്കും കുറച്ചും കൂടി സ്റ്റിക്കും ഒരു പിക്കാസും ഒരു ഷവലും ഉണ്ടാക്കാം. ഓക്കെ, നമ്മൾ ഈ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ ആയിട്ട് നന്നോട്ടെ. ഓക്കെ, ഈ ഒരു ചെസ്റ്റിൽ എന്തൊക്കെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഒരു എഫിഷ്യൻസി ടൂളുള്ള ഷവലുണ്ട്, 3 ഒബ്സിഡിയൻ, 5 ഗോൾഡ്. ഈ ഒരു 3 ക്രൈങ് ഒബ്സിഡിയൻ നമുക്ക് പൊട്ടിച്ച് മാറ്റണം. എന്നിട്ട് ഇവിടെ നമുക്ക് വേറെ ഒന്ന് വെക്കണം. ഓക്കെ, അതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ള ഇവിടെ ഓവറായിട്ട് സ്പോണാവുന്നുണ്ട്. ഈ ഒരു വുഡൻ സോഡ വന്നിട്ട് നമുക്ക് അയൺ സോഡ ഒന്നിലും ആക്കണം. എന്നിട്ട് എല്ലാത്തിനും പരക്കെ നമുക്കങ്ങ് തീർക്കണം. ഈ ഒരു ശവരിട്ട് എന്തായാലും നല്ലതായി. ഓക്കെ, ഇത്രയും കൊത്തി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കോബിൾ സ്റ്റോൺ കുറച്ച് ഇവിടുന്ന് കളക്ട് ചെയ്യാം. നമ്മൾ ഓരോ വീഡിയോയും 7 മിനിറ്റോളം ഉണ്ടാവും. അതിൽ കൂടുതൽ ലോങ് ആക്കാൻ പറ്റില്ല. ഓക്കെ, തന്നെ 3 മിനിറ്റിലെത്തായി. നമുക്കിപ്പോൾ ഈ ഒരു ക്ലാസ് പോകാം. ഈ ഒരു നമുക്ക് പ്രത്യേകിച്ച് പോകുന്നില്ല. രണ്ടപ്പോഴൊക്കെ ഉണ്ടായിരുന്നു. അതിന് വേണ്ടുന്ന ഇതൊന്നും നമ്മുടെ അടുത്തിപ്പോൾ ഇല്ല. നമുക്ക് എന്തായാലും എൻ്റർപോളൊക്കെ ഒപ്പിക്കണം. ഓക്കെ, നമുക്ക് എന്നാലും മുകളിലോട്ടൊക്കെ പോയിട്ട് ഈ ഇതിന് ഓക്കെ നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ള ടൂൾസ് ഒക്കെ ഇവിടുന്ന് ഉണ്ടാക്കാം. ഓക്കെ, നമ്മൾ ഫുൾ സെറ്റ് ടൂൾസായിട്ട് ഇനി നമുക്ക് കുറച്ചും കൂടി വുഡ് മൈൻ ചെയ്യണം. വുഡിൻ്റെ ആവശ്യം ഇതിൽ അങ്ങനെ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് കുറേ ഫുഡ് കിട്ടുന്നുണ്ട്. ഫുഡ് എന്തായാലും നല്ല ആവശ്യമാണല്ലോ. ഇപ്പോൾ രാവിലെയാണ് മാറടാ. നമുക്കിവിടെ കടന്നുറങ്ങാം. ഇപ്പം തന്നെ 3 എത്രയോ മിനിറ്റായി. നമ്മൾ അത്രയും സ്റ്റോൺ സോഡ് കിട്ടിയപ്പോൾ തന്നെ ഒറ്റയടിക്ക് ആടൊക്കെ ചാടുന്നുണ്ട്. അങ്ങനെ കുറച്ചൊക്കെ മോബ്സിനെ കൊന്ന് 2 നമുക്ക് സാപ്ലിങ് കിട്ടിയിട്ടുണ്ട്. ഇവനെയും കൂടെ നമുക്കൊന്ന് കൊന്നാളയാം. പിന്നെ ഇവനെയും ബാക്കിയുള്ളവരൊക്കെ അവിടെ നിന്നോട്ടെ. നമുക്ക് ഈ ഒരു ഫുഡ് ഇവിടെയും വെക്കാം, ഒന്ന് ഇവിടെയും വെക്കാം. ഓക്കെ, ഇപ്പം നമുക്ക് ഈ കാണുന്ന പോർട്ടലൊക്കെ ഒന്ന് പൊട്ടിച്ച് മാറ്റണം. അതിനു മുമ്പ് നമുക്ക് കുറച്ച് അയൺ വേണം. പിന്നെ ഒരു വട്ടം കളിച്ചിട്ടുള്ളതാണ്. കുറച്ച് അയൺ അവിടെ കാണുന്നത്. നമുക്ക് ഈ ഒരു വൂള് വെച്ച് അങ്ങോട്ടേക്ക് പോവാം. ഇവിടെയായിട്ട് കുറച്ച് അയൺ നമുക്ക് അയൺ നമുക്ക് ഏകദേശം കുറച്ചാണ് കോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് ചുറ്റി നോക്കണം. എവിടെ നിന്ന് കിട്ടാതിരിക്കില്ല. നമുക്ക് ഈ ഒരു സ്റ്റോണ് കുറച്ചും കൂടി കളക്ട് ചെയ്യാം. ഇനി ഇത് മാറ്റി ഇത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഈ വെള്ളത്തിലേക്ക് കയറി ഇപ്പുറത്തെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് പോയോക്കാം. ഇവിടെ നിന്നാണ് നമുക്ക് അതാ കുറച്ച് കോൾ അവിടെ കാണുന്നുണ്ട്. നമുക്ക് ഈ ഒരു കോളും കൂടി എടുത്തിട്ട് മുകളിലോട്ടേക്ക് ഈ ഒരു അയൺ പിക്കാസ് ഉണ്ടാക്കി. നമ്മുടെ ബാക്കി 4 അയണുണ്ട്. നമ്മൾ ഈ കാണുന്ന 3 ഒബ്സിഡിയനും പൊട്ടിച്ചു മാറ്റി. നമുക്ക് ഈ ഒരു ചെസ്റ്റിലുള്ള 3 ഒബ്സിഡിയൻ ഇങ്ങെടുക്കാം. 3 ഒബ്സിഡിയൻ അല്ല, ക്രൈങ് ഒബ്സിഡിയൻ നമ്മൾ പൊട്ടിച്ചു മാറ്റി. ബാക്കിയുള്ള 3 ഒബ്സിഡിയൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 ബക്കറ്റ് ഉണ്ടാക്കണം.
ഇപ്പോൾ ഒരു ബക്കറ്റ് ഉണ്ടാക്കേണ്ട അയണേ ഉള്ളൂ. നമുക്ക് പോയിട്ട് കളക്ട് ചെയ്യാം. അയൺ ഇനിയും വേണം. അയ്യോ ചത്ത് ഭാഗ്യം. അതിലൂടെ കുറച്ച് കോള് കാണുന്നുണ്ട്. അയ്യോ പറക്ക് ഈ ഒരു കോള് ഒരു ക്രീപ്പർ പെട്ടെന്നൊന്നു എൻ്റെ ഒരൊറ്റടിക്ക് ചത്തായിരുന്നു. അതുകൊണ്ട് നമുക്ക് വലിയ പേടിക്കാനില്ല. നമുക്ക് ഈ അയണും കൂടി ഇവിടുന്ന് കളക്ട് ചെയ്യാം. അടുത്ത് ഇപ്പോൾ 44 എന്തുണ്ട് കോളുണ്ട്. 44 കോളുണ്ട്. ക്രീപ്പർ എങ്ങാനും പൊട്ടിത്തെറിച്ചാൽ ഞാൻ ഇപ്പോൾ ചത്താണ്. ഓക്കെ ഇതുകൊണ്ട് എടുക്കാം. ഓക്കെ ഇനി നമുക്ക് വേഗം പോവാം. ക്രീപ്പറിൻ്റെ ഒക്കെ ഒച്ച വെക്കുന്നുണ്ട്. നമുക്ക് വേഗം തന്നെ ഇവിടുന്ന് സ്ഥലം കാലിയാക്കാം. 34 കോളും കൊണ്ട് ഞാനും നെടുങ്ങാനെടുത്ത് പോയി ചത്താലോ. എന്താകാം ഒരു ഒബ്സിഡിയൻ അവിടെ ക്രിയേറ്റ് ചെയ്യണം. അതിനു മുമ്പ് ആദ്യം നമുക്ക് ഈ ഒരു അയണും കൂടി ഇവിടെ സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഇവിടെ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. റോസിനൊന്നും നമുക്ക് ഈ വണിച്ചെങ്കിലും ഉപയോഗമില്ല. അപ്പം നമുക്ക് അതിനങ്ങ് കൊന്നോളൂ. താഴെ ചത്തോളൂ. ഓക്കെ നമ്മൾ അയണ് ഇപ്പോൾ ഏകദേശം 4 മതി. ഒന്നും കൂടി വേണം. അപ്പം നമുക്ക് ഒന്നും കൂടി എന്തിനാ 3 ഉണ്ട് ബക്കറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ നമ്മൾ ഒരു ബക്കറ്റും കൂടി ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് പോയി ലാവയും കൂടി എടുത്തിട്ട് വരണം. ലാവ അവിടെ തന്നെ നമുക്ക് കണ്ടിട്ടില്ല. ലാവ ഉണ്ട്. നമുക്ക് കിട്ടിയ ലാവ ഇന്ന് എടുക്കാം. ഇതെന്നാ ഗായ്സ് ഇവിടെയാണ് നമ്മുടെ സ്ട്രോങ് ഹോൾഡ് ഉള്ളത്. 1 2 3 4 5 6 7 8 9 10 500 നമുക്ക് സ്ട്രോങ് ഹോൾഡ് കംപ്ലീറ്റ് ആക്കാം അല്ലേ. എന്തോ ഭാഗ്യത്തിന് ഞാനിവിടെ കയറി. ഇവിടെ ഒരു ഡയമണ്ട് കൂടി കാണുന്നുണ്ട്. നമുക്ക് അതും കൂടി കളക്ട് ചെയ്യാൻ. അതിന് മുമ്പ് കുറച്ച് ബ്ലോക്സ് ആവശ്യമുണ്ട്. അത് നമുക്ക് ലാവ ഇവിടുന്ന് എടുക്കാം. കുറച്ച് ബ്ലോക്സ് ഇവിടുന്ന് കളക്ട് ചെയ്യും. ഡയമണ്ട് ഉള്ള സ്ഥലം എവിടെയാണെന്ന് നോക്കണം. നമ്മളെ ഫ്രണ്ട് പോയിട്ട് ഡയമണ്ട് കിട്ടി. ഇത് നമുക്ക് ഡ്രാഗനെ കൊല്ലാൻ മുമ്പ് ഈ ഡയമണ്ട് യൂസ് ആവും. എൻഡർമാനെ കൊല്ലുമ്പോൾ നമുക്ക് എന്തായാലും ഡയമണ്ട് സോഡ് വേണം. കാരണം എൻഡർമാനിന് അത്രക്കും ഓരോന്നിനും അടിച്ചു കൊള്ളുമ്പോൾ ബേബേ സോഡുകളൊക്കെ പൊട്ടിക്കും. അയ്യോ ഇതെന്നാ സിൽവർ ഫിഷ് ഇത്ര കുറേ സിൽവർ ഫിഷ് സ്പോണായിട്ടുണ്ട്. വെള്ളത്തിൽ നിന്ന് ഇതിൻ്റെ മണ്ണം നോക്കിയാൽ കരയിലിരിക്കുമ്പോൾ അത് ചെറുത്തുള്ളൂ. വെള്ളത്തിൽ നിന്ന് നല്ല മണ്ണുണ്ട് കേട്ടോ. മുകളിലോട്ട് കയറി വരുന്നുണ്ട്. മുകളിലെത്തി നമുക്ക് അതിനെ അടിച്ച് കൊല്ലണം. നമുക്കിതാ ഒരു ബക്കറ്റ് വാട്ടറും ലാവയും കുറച്ച് കളക്ട് ചെയ്യണം. അതാണ് നമ്മൾ അടുത്ത എപ്പിസോഡിലെ ഗോൾ. അപ്പോൾ നമുക്കിപ്പോൾ ഈ തൽക്കാലം ഈ കാണുന്ന നെതർ പോർട്ടൽ ഇവിടെ കംപ്ലീറ്റ് ആക്കാം. എൻ്റെ കുറച്ച് വാട്ടർ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിച്ച് മാറ്റിയ ഇത് എങ്ങനെയാണ് ആക്കേണ്ടത്? ഇങ്ങനെയല്ല, ഇവിടെ ഒരു ബ്ലോക്ക് വെക്കണം. ഇനി വാട്ടർ വെച്ചിട്ട് ലാവ നമ്മളിവിടുന്ന് അയ്യോ അങ്ങനെയല്ല, ഇതിപ്പോൾ ഇവിടെ വെച്ചാൽ തന്നെ നമ്മുടെ വാട്ടറും പോയി ലാവയും പോയി. അയ്യോ പെട്ടെന്നൊരു ക്രീപ്പറൊന്ന് പൊട്ടിത്തെറിച്ചു. എന്തോ ഭാഗ്യത്തിന് ചത്തില്ല. എൻ്റെ കുറച്ചാണ് ഇനി സ്മെൽറ്റ് ചെയ്യാൻ ബാക്കിയില്ലല്ലോ. അല്ല സ്മെൽറ്റ് നമുക്ക് ഈ ഒരു ഫുഡ് ഇവിടുന്ന് സ്മെൽറ്റ് ചെയ്യാം. ഓക്കെ ഇപ്പോൾ തൽക്കാലം ഇനി എന്ത് ചെയ്യണം? ഇങ്ങനെ ചെറുങ്ങനെ ബ്ലോക്കൊക്കെ വെച്ച് ഇവിടെ പായാറായ ഭാഗങ്ങളൊക്കെ ഒന്നുമില്ല. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് എനിക്ക് ഒന്ന് കളിച്ചപ്പോൾ ഗ്രാവൽ കിട്ടിയത്. നമുക്ക് ഗ്രാവലൊന്ന് അന്വേഷിക്കണം. ഇന്ന് തന്നെ നെതർ പോർട്ടൽ കംപ്ലീറ്റ് ആക്കണം. നമുക്ക് ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കണം. ഇതാ ഗ്രാവൽ 1 2 കുറച്ച് ഗ്രാവൽ കളക്ട് ചെയ്യാം.
അത്ര മതി. നമുക്ക് വെച്ച് 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 നമുക്കിപ്പോൾ കിട്ടിയ ഗ്രാവലോടത്തും 4 ഗ്രാവലുണ്ട്. ഈ 4 ഗ്രാവൽ നമ്മൾ ഇതേപോലെ വെച്ച് ഫ്ലിൻറ്റ് കിട്ടുന്നവരെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണം. 2000 years later. ഒരു ഫ്ലിൻറ്റ് കിട്ടി. ഇപ്പം നമുക്കിത് ഒരു ഫ്ലിൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു അയണം കൂടെ വെച്ച് ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീൽ. അപ്പോൾ ഗൈസ് ഫൈനലി ഇതാ നമ്മുടെ ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീലും കളക്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു പോർട്ടലൊന്ന് നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ ബ്ലേസ് റോഡ് ഇൻ്റർപോളൊക്കെ കളക്ട് ചെയ്ത് എൻ്റെ പോർട്ടലും കൂടി ഓൺ ആക്കണം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാം. അടുത്ത എപ്പിസോഡിന് വേണ്ടി കമൻറ്റും ചെയ്യാം.